ഇത് മുരിങ്ങയില സൂപ്പാണ്. കുറച്ച് നമ്മുടെ ശരീരവേദനയ്ക്കും ഒക്കെ നല്ലതാണ് മുരിങ്ങയില സൂപ്പ്. മുരിങ്ങയില, കൊച്ചുള്ളി, ഇത്ര വെളുത്തുള്ളിയും കൂടി ഇട്ട് കുക്കറിൽ 2-3 വിസിലടിക്കണം. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അതിന് ഒരു 3/4 ഗ്ലാസ് ആക്കണം. എൻ്റെ കുറച്ച് അത്രയും വേണ്ടെന്ന് കുറച്ച് ഒരു 7-8 ചെറിയ ഉള്ളിയും, ചെറിയ ഉള്ളി അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇത്രയും ചേർത്തത്. ചെറിയ ഉള്ളി, 2 നെല്ലി വെളുത്തുള്ളി വേറെ നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് എന്താ മുരിങ്ങയിലയും ഉണ്ട്. അതുകൊണ്ട് 1.5 ഗ്ലാസ് വെള്ളം അതൊക്കെ ഒഴിച്ച് കുക്കറിൽ ഒരു 3 വിസിലടുപ്പിക്കാം. ശകലം മഞ്ഞൾപ്പൊടി, പൊടിയും കൂടെ ചേർത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടു. ചിലർ ഉപ്പ് ചേർക്കത്തില്ല, ഉപ്പ് ചേർക്കുന്നവർക്ക് ചേർക്കാം. എന്നിട്ട് ഇച്ചിരി ഉപ്പ് പേരിന് വേണ്ടി ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്യണം. അല്ലേ അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു 3 വിസിലടിക്കണം. എൻ്റെ 4 വിസിലടിച്ച് എന്നിട്ട് സ്മാഷ് അത് വെച്ച് സ്മാഷ് ചെയ്യണം. എന്നുവെച്ചാൽ അതിനകത്ത് കിടക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം മിക്സ് ആവണം. മിക്സായി അരിച്ചെടുക്കണം. മിക്സായി അരിച്ചെടുത്തിട്ട് കാണിക്കാം. ഞാൻ ഉണ്ടാക്കിയ ബട്ടറായത്. ഈ ബട്ടറിൽ വെച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. കുറച്ചെടുത്താൽ മതി. കുറച്ച് ബട്ടർ എടുത്ത് ആദ്യം ഒരു ഇച്ചിരി ശകലം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇച്ചിരി ശകലം ഇച്ചിരി ഒഴിക്കാം. ഹെൽത്തിന് പറ്റിയതല്ല, എന്നിരുന്നാലും ഇച്ചിരി, അല്ലെങ്കിൽ ബട്ടർ വല്ലാത്തൊരിതാവും, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിടുമ്പോൾ വേറൊരു ചെവയായിരിക്കും. ഉണ്ട്. അതിൽ തന്നെ വെളുത്തുള്ളി, ശകലം വെളുത്തുള്ളി ഇട്ട് നല്ല മൂപ്പിക്കണം. ശകലം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ ഈ ബട്ടർ കരിയത്തില്ല. എന്നിട്ട് ആ ചട്ടിയിലോട്ട് ഉരുകി ഇറങ്ങുന്നതിൻ്റെ ഒരു സ്മെല്ല് കാണും. അല്ലെങ്കിൽ ഇത് ശകലം ഒന്ന് ചൂടാകട്ടെ. ഞാൻ പഴയ ചട്ടി ഉപയോഗിക്കുന്നത്. ചട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ ഏത് പന്ന ചട്ടി ഇതൊക്കെ കാണിക്കാൻ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. ചട്ടി എനിക്കിതാണ് സൗകര്യം. കാരണം അത് പഴയ ചട്ടിയാണ്, 10-30 വർഷമായ ചട്ടിയാണ് കേട്ടോ. അപ്പം അടുത്തത് നമ്മൾ ഒഴിക്കുന്നത് സത്തുണ്ടല്ലോ മുരിങ്ങയില, അതിൻ്റെ സൂപ്പാണ് ഒഴിക്കുന്നത്. രസം പോലെ തോന്നും, അതല്ല സംഭവം. ഇത് നമ്മൾ തക്കാളി വേണമെങ്കിൽ ഇടാം. തക്കാളി ഇട്ട് വേവിച്ച് അത് തക്കാളി സോസ് ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതൊന്ന് തിളക്കട്ടെ, എല്ലാം തിളക്കട്ടെ. തിളച്ചിങ്ങനെ വരുമ്പം കുരുമുളക് ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി അതിട്ട് കൊടുക്കും. തക്കാളി സോസും മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കുടിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ്. നിങ്ങളുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും എല്ലാവർക്കും. നല്ലതാണ്, ഏത് കാലാവസ്ഥയ്ക്കും നല്ലതാണ്. കഴിച്ചു നോക്കുക. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.